നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള 2 നാൾ പിന്നിട്ടു. മേള വ്യാഴാഴ്ച സമാപിക്കും. പോയിന്റ് നിലയിൽ പറളി ഉപജില്ല മുന്നേറ്റം തുടരുകയാണ്. 3 ദിവസങ്ങളിലായി തൃത്താല ചാത്തന്നൂർ സ്കൂളിലെ സിന്തറ്റിക് ഗ്രൗണ്ടിലാണ് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നടക്കുന്നത്. 2ാം ദിനത്തിൽ രാവിലെ 7 മണിയോടെ മത്സരങ്ങൾ തുടങ്ങി. സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ 5 കിലോമീറ്റർ നടത്ത മത്സരത്തോടെയാണ് 2ാം ദിനത്തെ ട്രാക്ക് ഉണർന്നത്. 3 കിലോമീറ്റർ, 1500 കിലോമീറ്റർ നടത്ത മത്സരങ്ങളും ഉണ്ടായി. തുടർന്ന് ഹൈ ജംപ്, ലോങ് ജംപ്, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, ഷോട്ട് പുട്ട്, റിലേ മത്സരങ്ങൾ എന്നിവ നടന്നു. ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്നുമായി 3000-ഓളം കായിക പ്രതിഭകളാണ് 3 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ പങ്കെടുക്കുന്നത്. 3ാം ദിനത്തിൽ ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ, ഫോൾ വാൾട്ട് തുടങ്ങി വിവിധ ഇനങ്ങളിലെ ഫൈനൽ മത്സരങ്ങൾ നടക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ പറളി ഉപജില്ലാ മുന്നേറ്റം തുടരുകയാണ്. കൊല്ലങ്കോട്, പാലക്കാട് ഉപജില്ലകൾ തൊട്ടുപിന്നിലായി മുന്നേറ്റം തുടരുന്നു. പറളി സ്കൂൾ, മുണ്ടൂർ ഹൈസ്കൂൾ, വടവന്നൂർ സ്കൂൾ എന്നിവ സ്കൂൾ വിഭാഗങ്ങളിലും മുന്നേറ്റം തുടരുന്നു. ചിക്കൻ വിഭവങ്ങളുണ്ട്, മുട്ടക്കറിയുണ്ട്, കൂട്ടിന് പച്ചക്കറി വിഭവങ്ങളുടെ വെറൈറ്റികളും. രുചിവൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് തൃത്താല ചാത്തന്നൂരിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ ഊട്ടുപുര. പുലർച്ചെ 3 മണി മുതൽ തന്നെ കായികമേളയുടെ പ്രവർത്തനം സജീവമാകും. ചോറ്, ചിക്കൻ റോസ്റ്റ്, സാമ്പാർ, മസാലക്കൂട്ട്, അച്ചാർ, രസം, തോരൻ എന്നിവ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് മേളയുടെ ആദ്യ ദിനത്തിൽ 2200-ഓളം പേർക്കായി വിളമ്പിയത്. ചോറ്, മുട്ട റോസ്റ്റ്, മോരുകറി, മത്തൻ പയറോലൻ, മെഴുക്കുപുരട്ടി, അച്ചാർ എന്നിവ ഉൾപ്പെടുന്ന വിഭവങ്ങളാണ് 2ാം ദിനത്തിൽ കായിക മാമാങ്കത്തിനായി എത്തിയവർക്കായി വിളമ്പിയത്. കൂടല്ലൂർ സ്വദേശി ദേവദാസിന്റെ നേതൃത്വത്തിലുള്ള 7ഓളം തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ഊട്ടുപുരയിലെ പാചകജോലികൾ നിർവഹിക്കുന്നത്. സമാപന ദിനത്തിൽ 1200-ഓളം പേർക്കായി ചോറും ചിക്കൻ കറിയും ഉൾപ്പെടുന്ന ഭക്ഷണമാണ് ഒരുക്കുകയെന്ന് ദേവദാസൻ പറഞ്ഞു. ഇന്ന് 2300 തൊട്ട് 2500 കുട്ടികൾക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് മുട്ടക്കറിയും അതേപോലെ മോരുകറി, പിന്നെ അച്ചാറ്, ഓലൻ, ഉപ്പേരി, രസം എന്നിവ ഇന്നും തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് 2300-ലധികം കുട്ടികൾ കഴിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. നാളെ 1200 തൊട്ട് 1500 കുട്ടികൾക്കുള്ള ഭക്ഷണമാണ്. നാളെയും ചിക്കൻ കറിയാണ് പ്രധാനമായിട്ടുള്ള മെനു. അപ്പം നാളെ ചിക്കൻ കറി, സാമ്പാർ, അച്ചാറ്, പിന്നെ ഉപ്പേരി, കൂട്ടുകറി. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിഭവം. കൂടല്ലൂർ ദാസൻ നമ്മുടെ നിരവധി കലോത്സവങ്ങളിൽ ഫുഡ് കൈകാര്യം ചെയ്തിട്ടുള്ള വർഷങ്ങളായി പിന്നെ പാലക്കാട് ജില്ലയുടെ കലോത്സവങ്ങളിലും സ്പോർട്സിലും ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ള കൂടല്ലൂർ ദാസനാണ് ഇതിന്റെ ഭക്ഷണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഫുഡ് കമ്മിറ്റി ഭാരവാഹികളായ അബൂബക്കർ, ബാബുനാസർ, ഹരിനാരായണൻ, സുമേഷ്, ഷാജി, ഷംസു എന്നിവരുടെ നേതൃത്വത്തിലാണ് ഊട്ടുപുരയുടെ സജീവ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ആനക്കര പഞ്ചായത്തിലെ മലമക്കാവിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ കത്തിനശിച്ചു. മലമൽക്കാവ് സ്വദേശി സന്തോഷ് എടപ്പല്ലത്തിന്റെ ഓട്ടോറിക്ഷയാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെ വീടിനകത്ത് കനത്ത പുകയും ചൂടും നിറഞ്ഞതോടെ പുറത്തിറങ്ങിയ വീട്ടുകാരാണ് മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തുന്നതായി കാണുന്നത്. ഉടൻ തന്നെ വീട്ടുകാർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീയണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. സമീപത്തായി നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനത്തിലേക്ക് തീ പടരുന്നതിന് മുമ്പായി വീട്ടുകാർ വാഹനം പരിസരത്തു നിന്നും മാറ്റുകയായിരുന്നു. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പുലർച്ചെ 3:45 തന്നെ തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലർച്ചെ ഒരു 3 മണിക്കാണ് സംഭവം നടന്നത്. ഞങ്ങൾ ഉറങ്ങായിരുന്നു. ഞാനും ഹസ്ബൻഡും 2 മക്കളും കൂടിയിട്ട് അപ്പോഴാണ് വീടിൻ്റെ ഉള്ളിലേക്ക് പുകയും തീൻ്റെ ചൂടും സ്മെല്ലൊക്കെ കൂടി വന്നപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി നോക്കണത്. ആ സമയത്ത് ഇറങ്ങി വന്നപ്പോൾ ഓട്ടോറിക്ഷ നിന്ന് കത്തുമായിരുന്നു. വേഗം മോട്ടർ ഇട്ടു തീ അണയ്ക്കാനാണ് നോക്കിയത്. എന്താ ഉണ്ടായതെന്ന് ഞങ്ങൾക്ക് അറിയില്ല കറക്റ്റായിട്ട്. വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ പുക വന്നു ആകെ ശ്വാസം മുട്ടൽ പോലെയൊക്കെ ഉണ്ടാവുക ചെയ്തത്. സമയത്താണ് പുക, സ്മെല്ല്, ചൂട് ഒക്കെ കൂടി വന്നു. വീടിൻ്റെ ഉള്ളിൽ നിറയെ ചൂടായിരുന്നു. അതുപോലെ സ്മെല്ലായിട്ട് ശ്വാസം മുട്ടൽ പോലെയൊക്കെ ആകെ പുകയുടെ ഒരു ഇതായിരുന്നു. വേഗം വാതിൽ തുറന്നപ്പോഴാണ് മുറ്റത്ത് ഓട്ടോറിക്ഷ നിന്ന് കത്തണത്. പ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റത്തിന് മുന്നോടിയായി മലമുകളിലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന തുടങ്ങി. ശനിയാഴ്ചയാണ് മലകയറ്റം.
ഇതിന്റെ ഒരുക്കങ്ങൾ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ വിലയിരുത്തി. പ്രസിദ്ധമായ രായനല്ലൂർ മലകയറ്റത്തിനുള്ള ഒരുക്കങ്ങൾ മലമുകളിൽ പൂർത്തിയായി വരികയാണ്. ഈ മാസം 18-ന് ശനിയാഴ്ചയാണ് രായനല്ലൂർ മലകയറ്റം. പന്തിരുകുല പ്രധാനി നാരായണത്ത് പ്രാന്തന് തുലാം 1-ന് ദേവീദർശനം ലഭിച്ചു എന്ന ഐതിഹ്യ പെരുമയിലാണ് എല്ലാ വർഷവും തുലാം 1-ന് രായനല്ലൂർ മലകയറ്റം നടക്കുന്നത്. മലകയറ്റത്തിന് മുന്നോടിയായി മലമുകളിലെ ദേവീക്ഷേത്രത്തിൽ ലക്ഷാർച്ചന ആരംഭിച്ചു. ഇന്ന് രാവിലെ മുതലാണ് ലക്ഷാർച്ചന ആരംഭിച്ചിരിക്കുന്നത്. 3 ദിവസം ലക്ഷാർച്ചന നീണ്ടു നിൽക്കും. വിശ്വാസികളെ വരവേൽക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തകൃതിയാണ്. കഴിഞ്ഞ ദിവസം മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടൊരു യോഗം വിളിച്ചു ചേർത്തു. നടുവട്ടം വായനശാലയിൽ വെച്ചായിരുന്നു യോഗം ചേർന്നത്. മലമുകളിലേക്ക് എത്തുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി കൂടിയായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്. പഞ്ചായത്ത് സെക്രട്ടറിമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ്, ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം നമുക്കൊക്കെ ഹൃദിസ്ഥമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് പലപ്പോഴും ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് നിൽക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് എന്നോട് അവിടുന്ന് പറയാറുണ്ട്, ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ, ഇപ്പൊ മലകയറ്റത്തിന്റെ ദിവസമാകുമ്പോൾ പറയാറുണ്ട്. അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരും. ഞാൻ തന്നെ ഈ നാട്ടുകാരനായിട്ട് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ഞാൻ വിദ്യാർത്ഥിയായിട്ട് ഞാൻ മഞ്ചേരിയിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെ നിന്നുള്ള ആളുകളെല്ലാവരും മല കയറാൻ വേണ്ടിയിട്ട് താല്പര്യം പറഞ്ഞപ്പോൾ എന്റെ നാട്ടിൽ തന്നെയാണ്, നമുക്ക് പോവാം. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. ഞാൻ അവരുടെ കൂടെ കയറാൻ പോകും. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു സാധ്യത, കാരണം ഇത്രയും വലിയൊരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിട്ട്, ഇത്രയും തീർത്ഥാടകർ വരുന്ന സംവിധാനം ഉണ്ടായിട്ട് നമുക്കത് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്ര അവിടെ കാര്യങ്ങളൊന്നും നമ്മൾ വേണ്ടത്ര ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. അപ്പൊ 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് മലകയറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ വകുപ്പുകളും പ്രിപ്പയർ ചെയ്യുക. അതിന് ബന്ധപ്പെടുന്ന പ്രത്യേകിച്ച് പോലീസ്, ഫയർ അത്യാവശ്യം ആവശ്യമായ മെന്നിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുക. ഒപ്പം തന്നെ ഇപ്പോൾ സിവിൽ ഡിഫൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയും. ആരോഗ്യ വകുപ്പിന്റെ ഫസ്റ്റ് എയ്ഡ് അടക്കമുള്ള സെന്ററുകൾ മുകളിൽ ഉണ്ടാവുകയും താഴെ അതിനനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഉണ്ടാവും. തഹസിൽദാറുടെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു മോണിറ്ററിംഗ് ടീം കൂടി ഇവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഉണ്ടാവും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. അപ്പോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ വെച്ച് ചർച്ച ചെയ്യേണ്ടതല്ലെങ്കിലും നമ്മളിപ്പോൾ 1 കോടി രൂപ അതിന്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി വെച്ചിരുന്നെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ AK ഉണ്ണികൃഷ്ണൻ, തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് അംഗം BTM കരീം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് പട്ടാമ്പിയിൽ BMSന്റെ നേതൃത്വത്തിൽ പദയാത്രയും പൊതുയോഗവും നടത്തി. ുകളെയും കോർത്തിണക്കിക്കൊണ്ട് സെപ്റ്റംബർ 17-ന് ആരംഭിച്ച് ഒക്ടോബർ 14 വരെ നീണ്ടു നിൽക്കുന്ന പദയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. തോട്ടം തൊഴിലാളികൾക്ക് വാസയോഗ്യമായ വീടുകൾ നിർമ്മിച്ചു നൽകുക, അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങൾ സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് BMS സംസ്ഥാന വ്യാപകമായി പദയാത്രകൾ നടത്തിവരുന്നത്. പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെയും മുതുല പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പട്ടാമ്പിയിൽ പദയാത്ര സംഘടിപ്പിച്ചത്. പെരുമുടിയൂർ പുതിയ ഗേറ്റ് പരിസരത്തുമാരാണ് പദയാത്ര ആരംഭിച്ചത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പദയാത്ര സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം BMS ജില്ലാ വൈസ് പ്രസിഡന്റ് M ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. 2016 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഴിമതിക്കെതിരെ, വില വർധനവിനെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സമരം ചെയ്ത് അധികാരത്തിൽ കയറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 നമ്മുടെ മുമ്പിൽ, ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഒട്ടേറെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടുത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന വിലക്കയറ്റം. കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് ദൈനംദിനം വില വർധനവ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആ വില വർധവിന് പിടിച്ചു നിർത്തിക്കൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ ഇവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് പിടിച്ചു നിർത്തും എന്നായിരുന്നു ഇവിടുത്തെ സാധാരണക്കാരന്റെ ജനങ്ങളുടെ മുമ്പിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ സർക്കാർ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ കയറുമ്പോൾ 1 കിലോ അരിക്ക് കൊടുത്തത് 22 രൂപയാണെങ്കിൽ 9 വർഷം ഇവരുടെ ഭരണം പിന്നിടുന്ന സമയത്ത് 56 രൂപയിൽ നിന്ന് 1 കിലോ അരി വാങ്ങേണ്ട ഗതികേടിലാണ് സാധാരണക്കാരൻ. നിങ്ങൾ വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞിട്ട്
റോക്കറ്റ് പോകുന്നത് പോലെ ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങൾ കേരളത്തിലെ ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിലുള്ള വിലക്കയറ്റമാണ് കേരളത്തിലെ സാധാരണക്കാരൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മേഖലാ സെക്രട്ടറി പി പരമൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചെറുട്ടൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് പി സുജാത, UP രാമദാസ്, മേഖലാ പ്രസിഡന്റ് U രാമദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് പട്ടാമ്പിയിൽ ഒരുക്കങ്ങളായി. സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണർ അസോസിയേഷന്റെ 28ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ഇത്തവണ പട്ടാമ്പിൽ വെച്ചാണ് നടത്തുന്നത്. നവംബർ 11-നാണ് സമ്മേളനം പട്ടാമ്പിൽ നടത്തുന്നത്. ഇതിന്റെ നടത്തിപ്പിനായാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. സ്വാഗത സംഘ രൂപീകരണ യോഗം സംസ്ഥാന സെക്രട്ടറി കോയാമു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട അഹമ്മദ് കോയ സാഹിബും അതുപോലെ തന്നെ ഇന്ന് വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെട്ടു സംഘടന പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മഹാജി അടക്കമുള്ള ആളുകൾ പ്രാദേശികമായി കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കടമുറയിൽ ഒത്തുകൂടുകയും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഈ സംഘടന 1-2 വർഷങ്ങളായപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിൽ സന്ദേശം എത്തിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ മാക്സിമം ആളുകളെ ഈ സംഘടനയിലേക്ക് അടുപ്പിക്കുകയും പിന്നീട് ഘട്ടഘട്ടമായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ഒരു വൻവൃക്ഷമായി കൊണ്ട് പ്രവർത്തിച്ചു വരികയും നമുക്കറിയാം ഈ സംഘടനക്ക് രൂപം നൽകുന്ന സമയത്ത് നമ്മെ സഹായിക്കാൻ അല്ലെങ്കിൽ പരസ്പരം ഇതുപോലെ കൂടിയിരിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും നമ്മുടെ ഈ മേഖലയിലെ നമ്മുടെ സഹപ്രവർത്തകരുടെ കുടുംബങ്ങളെയും സഹപ്രവർത്തകരെയും നമ്മുടെ തൊഴിലാളികളെയും ഒട്ടനവധി സഹായം ചെയ്യുവാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് വെൽക്കം ബാബു അധ്യക്ഷനായിരുന്നു. സെദലവി അൻസാരി, മനോഹരൻ ഒറ്റപ്പാലം, മണി നെന്മാറ, മുരളി സുലൈമാൻ, പട്ടാമ്പി മണി, റഷീദ് താജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സബ് കമ്മിറ്റികളുടെ രൂപീകരണവും നടന്നു. പട്ടാമ്പി മുനിസിപ്പൽ തല സ്കൂൾ കലോത്സവം കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി മുനിസിപ്പൽ തല കലോത്സവമാണ് കീഴായൂർ ഗവൺമെന്റ് UP സ്കൂൾ വെച്ച് നടത്തിയത്. രാവിലെ മുഹമ്മദ് മുഹസിൻ MLA കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. കലോത്സവങ്ങൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നല്ല. ജനസംഖ്യ കൊണ്ടും ഭൂപ്രകൃതി അല്ലെങ്കിൽ ഭൂവിസ്തൃതി കൊണ്ടും നമ്മൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമല്ലെങ്കിലും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവം നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. സ്കൂൾ തലം തൊട്ട് വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അധ്യാപകരും PTA-യും ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് വലിയ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടാണ് ഓരോ ഘട്ടങ്ങളിലും സ്കൂൾ തലം മുതൽ ക്ലസ്റ്റർ തലം അല്ലെങ്കിൽ മുനിസിപ്പൽ പഞ്ചായത്ത് തലം മുതൽ ഉപജില്ലാ തലം, ജില്ലാതലം, അങ്ങനെ സംസ്ഥാന തലം വരെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുക. അതിലേറ്റവും പ്രധാനമാണ് നമുക്ക് അറിയാം ചെറിയ കുട്ടികളുടെ കലോത്സവങ്ങൾ എന്ന് പറയുന്നത്. ചെറിയ കുട്ടികളുടെ കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾക്കൊക്കെ തുടക്കമിടുന്നത് LP സ്കൂളിലെ കുട്ടികളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ചെറിയ കുട്ടികൾക്ക് തന്നെ കലാ അഭിരുചി വളർത്തുകയും കലയിലും സാഹിത്യത്തിലുമൊക്കെ താല്പര്യമുള്ള കുട്ടികളാക്കി അവരെ വളർത്തിയെടുക്കുകയും ചെയ്ത് വരാനിരിക്കുന്ന തലമുറ സാംസ്കാരികമായി വളരെ മികച്ച ഒരു തലമുറയായി മാറുന്നതിനുള്ള വലിയ പ്രവർത്തനമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായി നടക്കുന്നത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക P ശ്രീലത, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ N രാജൻ, P ആനന്ദവല്ലി, BPC VP മനോജ്, PTA പ്രസിഡന്റ് M മുഹമ്മദ് അലി, P സജു, M ഷമീന, N മുരളീധരൻ, മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ ഇനങ്ങളിലായി മത്സരങ്ങൾ നടന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് കാരങ്ങാട് നഗർ സമഗ്ര വികസനം പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ AK നന്ദകുമാർ അധ്യക്ഷനായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത്
2024-25, 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നിർവഹണം നടത്തിയത്. ബ്ലോക്ക് മെമ്പർ കെ അനീഷ്, കെ രാമചന്ദ്രൻ, എ പി ചാത്തപ്പൻ, പി സുമിത് കുമാർ, ഇഷ എന്നിവർ സംസാരിച്ചു. പട്ടിത്തറ പൂലേരി പൂവിലശ്ശേരി തുലാസംക്രമോത്സവം ഒക്ടോബർ 17 വെള്ളിയാഴ്ച നടക്കും. ചടങ്ങിനോടനുബന്ധിച്ച് ഗംഗാ സാന്നിധ്യമുള്ള ക്ഷേത്രകുളത്തിലെ സ്നാനം, കാണിക്ക അർപ്പിക്കൽ, പാമ്പും മൂടൽ എന്നിവ നടക്കും. തുടർന്ന് തുലാം 1 ശനിയാഴ്ച ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നവക പഞ്ചഗവ്യാഭിഷേകം നടക്കും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.